എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല ചെറിയൊരു ഫാൻറ്റസി പടമാണ്. ഫസ്റ്റ് ഹാഫ് പയ്യെ സ്ലോയിൽ പറഞ്ഞു പോകുന്ന സിനിമ വെച്ചാൽ ഈ കഥയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ബറോസ് ആരാണ്, കൊട്ടാരം എന്താണ്, അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. വെച്ചാൽ ഓരോ കഥാപാത്രവും എന്താണെന്ന് പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഹാഫ് പയ്യെ പോകുന്നു. സെക്കൻഡ് ഹാഫിൽ കുട്ടിയും ബറോസും തമ്മിലുള്ള കഥയും പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുള്ള ഇതുമെല്ലാം വളരെ രസകരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പയ്യെ സ്ലോയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. കാരണം 3D ആയതുകൊണ്ട് ഒരു സീൻ ഒരു 1.5 മിനിറ്റോളം വരുമ്പോൾ പയ്യെ സ്ലോയിലേ പോകത്തുള്ളൂ. കട്ട് കുറവാണ്. അങ്ങനെ വരുമ്പോൾ പയ്യെ സ്ലോയിലെ കഥ പറച്ചിൽ നമുക്ക് കണ്ടുമടുത്ത കഥയൊക്കെ തന്നെയാണ്. ഒരു ഭൂതവും കുട്ടിയും തമ്മിലുള്ള കഥയൊക്കെ പറയണ്ട. പഴയ കാലത്ത് കേട്ടിട്ടില്ലേ നമ്മൾ, ഈ പഴയ കുട്ടി വരുന്നു ഭൂതം കാത്ത്, ആ സിനിമ ആ ഒരു സെയിം ത്രെഡ് തന്നെയാണ്. പക്ഷേ വിഷ്വലി നമുക്ക് നല്ല ട്രീറ്റ് തന്നെയാണ് തിയേറ്ററിൽ ചെയ്യുന്നത്. വിഷ്വലി ആയാലും മ്യൂസിക്കലി ആയാലും എല്ലാം. ശരിക്കും ആ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ ഒരു 400 വർഷം മുമ്പ്, 400 വർഷത്തിനടുത്തും ആ ഒരു ഇതുണ്ട്. ബറോസും ഈ ഇസ എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇസ ആദ്യം ഇസയും ബറോസ്, പുതിയ കാലത്ത് ഇസയും ബറോസുമുള്ള കണക്ഷൻസ്, ഇസ ബറോസിലേക്ക് അടുക്കുന്ന കണക്ഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. വിഷ്വലിയാണ് ഇതിൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്ലോയി പറഞ്ഞുകൊണ്ടാകുന്നത് പലർക്കും അത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷെ എന്നാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റും സിനിമ. ചില സീൻസൊക്കെ ചില സീൻസൊക്കെ ഇമാജിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നെ എന്ന് തോന്നിയ രീതിയിൽ തന്നെയാണ്. എന്നുവെച്ചാൽ ക്യാമറ ആംഗിൾസ് ഉണ്ട് ചിലത്. ഞാൻ തന്നെ വെച്ചാൽ ഇതെന്താ ഇങ്ങനെയെന്ന് നോക്കുമ്പോൾ വെച്ചാൽ ക്യാമറ നേരെ വരുമ്പോഴാണ് ആ വിഷ്വലി നമുക്ക് മനസ്സിലാകുന്നത്. അതെന്ന് വെച്ചാൽ സ്ലോയിൽ പയ്യ ആ വിഷ്വലിൽ നിന്ന് തിരിച്ച് വരുന്ന ചില ക്യാമറ ആംഗിൾസ് ഉണ്ട്. അത് നല്ല രീതിയിൽ സന്തോഷം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞല്ലേ, ലാൽ ഇങ്ങനെ ഒരു ആംഗിൾ പറയുന്നു, ഞാൻ എങ്ങനെയോ വെച്ച് കൊടുക്കുമ്പോൾ അത് നമ്മൾ സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ രീതി മനസ്സിലായത്. എനിക്ക് അങ്ങനെ വേണമെന്ന് ലാൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുമെന്ന രീതി തന്നെ അത് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പടം നല്ല രീതിയിൽ തന്നെ ഫാമിലി കയറി പയ്യെ നല്ല രീതിയിൽ തന്നെ പോകുന്നു.